പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് പൈനാപ്പിളും ഈന്തപ്പഴവും വെച്ച് അച്ചാറാണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അതോടൊപ്പം തന്നെ ഇനി പുതിയ പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം ഏത് തരത്തിലുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നും കൂടി നിങ്ങൾ ഇനി കമൻ്റായിട്ട് നിർദ്ദേശിക്കണം. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഇന്ന് നമുക്ക് പൈനാപ്പിൾ വെച്ചൊരു അച്ചാർ ഉണ്ടാക്കാം. ഈ പൈനാപ്പിൾ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ പൈനാപ്പിളാണ്. അത് ഞാൻ എടുത്തുകൊണ്ട് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് പൈനാപ്പിൾ നന്നായിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് എടുക്കണം. നടുക്കത്തൊരു കൂഞ്ഞി ഉണ്ടല്ലോ, അതൊന്നും ഉപയോഗിക്കരുത് അച്ചാറിന്. നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഈന്തപ്പഴമാണ്. നല്ല ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞതും ഈന്തപ്പഴവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. അതും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടിയുണ്ട്, അതും കൂടി അതിലേക്ക് ഞാൻ വെക്കുകയാണ്. ഇനി നമുക്ക് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അച്ചാറിന് ഇഞ്ചിയും അച്ചാറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് അങ്ങോട്ട് വാടി പോകണ്ട, ഏകദേശം ചെറിയൊരു കളർ മാറുന്നിടം വരെ നമുക്ക് അത് ഇളക്കി കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 4 ടീസ്പൂൺ, അതായത് ഒരു അര കപ്പോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. അവരവരുടെ മുളക് പൊടിയുടെ അളവനുസരിച്ച് ചേർത്താൽ മതിയാവും. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കൂടുതലിടാം. ഇപ്പം ഞാൻ ഇതിൻ്റെ പാകത്തിന് വേണ്ടിയിട്ട് 4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഉണ്ടല്ലോ, അത് 4ആയിട്ട് മുറിച്ച്, ഓരോ ഈന്തപ്പഴം 4ആയിട്ട് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ പൈനാപ്പിളാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും പൈനാപ്പിൾ അരിയുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം അതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് നല്ല പാകത്തിന് ഇട്ട് കൊടുക്കണം. നല്ല ഈന്തപ്പഴത്തിനും പൈനാപ്പിളിനൊക്കെ മധുരം ഉള്ളത് കൊണ്ട് ഒരുപാട് ഉപ്പിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കതിലേക്ക് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വെള്ളം ഉപയോഗിക്കുന്നില്ല, വിനാഗിരിയാണ് ചേർത്തേക്കുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് ഉലുവ പൊടിച്ചത്, അതും കൂടി ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഒരു 1/4 കപ്പാണ് ഇടുന്നത്. അത് നന്നായിട്ട് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ശർക്കരയാണ്. പൊതുവേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ശർക്കര ചേർത്ത് കൊടുക്കുന്നതല്ലേ, ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ശർക്കരയും കൂടി അതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയാണെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും വീടുകളിൽ നിന്ന് പരീക്ഷിച്ച് നോക്കണം. നമുക്ക് പൈനാപ്പിളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് തൊട്ട് കൂട്ടാനൊക്കെ തോന്നും എന്തായാലും. അപ്പം വളരെ മനോഹരമായ നമ്മുടെ ഈന്തപ്പഴവും പൈനാപ്പിളും കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീടുകൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും പൈനാപ്പിൾ ഉണ്ടാക്കിയ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീടുകളിൽ ഇനി പൈനാപ്പിളൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് ഈന്തപ്പഴമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അച്ചാർ ഉണ്ടാക്കി നോക്കണം. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം.